ചെറുക്ക നീ ആൾ കൊള്ളാൻ കേട്ടോ. ഇത്ര പെട്ടെന്ന് അവളെ സന്തോഷിപ്പിക്കാൻ പറ്റും ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്താണ് ഞാൻ പറയാം, അവൾ ഈ വീട്ടിൽ നിന്ന് പോയ ശേഷം ഇന്ന് നിന്റെ അമ്മ ഇങ്ങനെ സന്തോഷത്തിൽ കാണുന്നത്. നീ എന്ത് പറഞ്ഞിട്ട് അവളെ കൂട്ടിക്കൊണ്ട് വന്നേ? അത് പിന്നെ അച്ഛാ, അവളെ അച്ഛന്റെ മരുമോളായിട്ട്. ഡാ നീ സത്യമാണോ പറയുന്നത്? അത് വെറുതെ തമാശയാണോ? എന്റെ പൊന്നു അച്ഛാ, ഈ കാര്യമൊക്കെ ആരെങ്കിലും തമാശ അറിയാം? ഡാ ചെറുക്ക സത്യമാണോ? അവളെ എനിക്ക് ഇഷ്ടമാണ് ഞാൻ അവളോട് പറഞ്ഞു, അവൾക്കെന്നെ ഇഷ്ടമാണ് അവൾ എന്നോട് പറഞ്ഞു. നിങ്ങളിപ്പോ ഒന്നിച്ചിട്ടാ. എടാ ചെറുക്ക, അപ്പൊ നീ അവളുടെ വീട്ടിൽ പറയാണ്ടാണോ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? ഇപ്പൊ അവൾ അന്വേഷിച്ച? അമ്മേ, അവിടെ ആർക്കും അറിയത്തില്ല ഉച്ചക്ക് ക്ലാസ് കഴിഞ്ഞ കാര്യം. ഇനി ചന്തുവും മീനും വേഗം എത്തിയാൽ മാത്രമേ അറിയത്തുള്ളൂ. അതെ, അവര് വീട്ടിലെത്തിയ അപ്പൊ അന്വേഷിക്കില്ലേ? അവരാകെ ടെൻഷൻ അടിക്കും നീ പറയാണ്ട് വന്നിട്ട്. നീ ഒന്ന് വിളിച്ചു പറഞ്ഞേ. ഓ അമ്മ, ഓക്കെ ഞാൻ പറയാം. ആ വേഗം പറ. ഡീ അനു, നിനക്കറിഞ്ഞോ മോൻ എന്ത് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നേന്ന്? ആ അവൻ പറഞ്ഞല്ലോ ഇവക്ക് എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞു, അതുകൊണ്ട് കൊണ്ടുവന്നേന്ന്. ഓ, നിന്നോട് അങ്ങനെയാണോ പറഞ്ഞത്? എന്നോട് എന്താ പറഞ്ഞേന്ന് അറിയോ? എന്റെ മരുമോളായിട്ട് വന്നാ. അവൻ അങ്ങനെ പറഞ്ഞു? ആടി, സത്യമായിട്ടും. ആടോ മോളെ, അവരെങ്ങനെയാണോ കൊണ്ടുവന്നേ? അവളുടെ മുഖം നോക്ക്. നോക്ക്, എന്റെ മോനെ ഇഷ്ടാ? അവിടെ ഇവിടെ നോക്കാണ്ട് നേരെ നോക്കി പറഞ്ഞേ. എന്റെ മോളെ, നീ എന്ത് കണ്ടിട്ടാടി സ്നേഹിച്ചത്? അവന്റെ നിങ്ങൾ രണ്ടുപേരും എന്താ ചെയ്യുന്ന ഇവിടെ? അവളുടെ മനസ്സ് മാറ്റാൻ നോക്കുവാണോ? അവക്ക് എന്താ പറ്റിയേ? അവള് ചുവന്ന് തുടച്ച് തക്കാളി പോലെയുണ്ട്. നിങ്ങൾ എന്താ പറഞ്ഞ അവളോട്? ഓ, ഞങ്ങളൊന്നും പറഞ്ഞില്ലേ. അല്ല, അവക്ക് എങ്ങനെയാ നിന്നെ സ്നേഹിക്കാൻ തോന്നിയെന്ന് ചോദിച്ചതാ. സോറിടാ കുട്ട, അറിയാണ്ട് കയ്യിന്ന് പോയി. ഞാൻ എങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, നീ എന്താ എന്നോട് പറഞ്ഞേന്ന്? അച്ഛാ, ഈ ചത എന്നോട് തന്നെ വേണ്ടായിരുന്നു കേട്ടോ. നീ വെറുതെ പറഞ്ഞതാ. ആണോ? നീ വെറുതെ പറഞ്ഞത്? എന്നിട്ട് ഇവളുടെ റിയാക്ഷൻ കാണുമ്പോ എനിക്ക് നീ വെറുതെ പറഞ്ഞ പോലെ തോന്നുന്നില്ല. അയ്യോ, മതി മതി ഉരുണ്ട് കളിക്കുന്നത്. ആദ്യം കാര്യം പറ, എന്താ സംഭവം? നിങ്ങളെ രണ്ടുപേരും ഒന്നിച്ചെന്ന് പറഞ്ഞത് സത്യമാണോ? അതോ നീ നേരത്തെ പറഞ്ഞ പോലെ തമാശ? പറയടാ ചെറുക, എന്താ സംഭവം? ഇതിന്റെ ഇടയ്ക്ക് നീയല്ലേ നല്ല വിഷമത്തിലുണ്ടായിരുന്നേ. അവക്ക് അവനെ ഇഷ്ടാണ്, ചക്കയാണ്, മാങ്ങയാണ്, തേങ്ങയാണെന്നൊക്കെ. എന്നിട്ടെല്ലാം പോയാ? അമ്മ എന്താ പറയുന്നേ? വരേട്ടൻ ആരിഷ്ടമെന്നാ പറഞ്ഞേ? ഓ എന്റെ മോളെ, ഇവനുണ്ടല്ലോ നിന്നെ ഒരുപാട് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് എന്തൊക്കെയോ എന്നോട് പറഞ്ഞു. അവസാനം പറഞ്ഞു ചന്തുവിന് അവളെ ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റത്തില്ല. ഞാൻ എന്താണ് എന്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ മറന്നു കളയുന്നു, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. ഞാനപ്പോ അവനെ സമാധാനിച്ച് വിട്ടതാ. പക്ഷെ ഇപ്പൊ എന്തായിന്ന് എനിക്കറിയത്തില്ല, അതാ ഞാൻ ചോദിച്ചേ. ഓ, ഞാൻ കാരണം ഭരേട്ടൻ അന്ന് കുറെ വിഷമിച്ചൂലേ? അമ്മ അത് വിട്ടെ. അത് ഞങ്ങളെ വിട്ടു, എന്നാലും നീ കാര്യം പറഞ്ഞില്ല. അമ്മ, അച്ഛാ, ഞാൻ അമ്മയോട് ഓൾറെഡി പറഞ്ഞായിരുന്നു എനിക്ക് മീനിനെ ഇഷ്ടമാന്നുള്ള കാര്യം. പക്ഷെ അച്ഛനോട് പറയണ്ടെന്ന് അന്ന് തന്നെ പറഞ്ഞതാ. പക്ഷെ അച്ഛനോട് അമ്മ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയത്തില്ല. എന്നാലും പറയുക, എനിക്ക് അവളെ അന്നോട്ടേ ഇഷ്ടമായിരുന്നു. പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളെ രണ്ടാളും സെറ്റായി. പ്രത്യേക സാഹചര്യമോ? അതേത് സാഹചര്യമാണാവോ? അതൊക്കെ ഉണ്ടായി. എന്താ അച്ഛാ? ഓ സോറി, യു കണ്ടിന്യൂ. ആദ്യം അവളായിരുന്നു എന്റെ പിറകെ, പിന്നെ അവൾ എന്നെ വീഴ്ത്തി. പക്ഷെ ഞാൻ പിന്നെ വീണപ്പോ അവളത് മൈൻഡ് ചെയ്യാണ്ട് പോകുന്നു. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ അവളുടെ വീട്ടിൽ പോയില്ലേ, അവിടെ വെച്ചിട്ടാ അവൾ എന്നോട് എല്ലാ കാര്യം പറയുന്നതും അവളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്. എന്നിട്ട് എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നല്ലോ, അവൾക്കും അങ്ങനെയാണെന്ന് അറിഞ്ഞല്ലോ. അങ്ങനെ ആകുമ്പോൾ നമ്മള് പരസ്പരം തുറന്നു പറഞ്ഞിട്ട് എല്ലാം സെറ്റാക്കി. അങ്ങനെ ഞാൻ അവളെ ഒന്നിച്ചു. എന്റെ ചെറുക്ക, നീ പറയുന്നത് കേട്ടാ തോന്നുന്നു ഒന്നാലോ മഹായിട്ടാണ് കഥയായി പറയുന്നേ. ഇത്രയും ചെറിയ കാര്യല്ലേ? അച്ഛാ, ചെറിയ കാര്യോ? ഇവളെ വളക്കാൻ ഞാൻ സോറി, ഞാൻ മാത്രല്ല അവളും.
രണ്ടുപേരും കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പരസ്പരം ഇഗ്നോർ ചെയ്തിട്ട് മിണ്ടാണ്ട് എന്തൊക്കെയാ ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോ അതൊരു ചെറിയ കാര്യമാണെന്ന് തള്ളിക്കളയുന്നു. അയ്യോ സോറി, നിന്റെ ധീര സാഹസിക കഥയൊക്കെ ഞാൻ കേട്ടു. മതിയോ? ആഹാ, വീണ്ടും അപമാനം. നിങ്ങളൊക്കെ എന്റെ പാരന്റ്സ് തന്നെ ആണല്ലോ അല്ലേ? നേരത്തെ ഒരാൾ സമാധാനിപ്പിക്കുന്ന ഇടയിലേ എന്നെ ഗുണ്ടാന്നൊക്കെ വിളിച്ചു. ആരും മൈൻഡ് ചെയ്തില്ല. വിളിച്ചില്ല. അതിന് ഞാൻ അമ്മയാണെന്നൊന്നും പറഞ്ഞില്ല. ഓ എന്റെ അനു, നിനക്ക് എന്തിനു കേടായിരുന്നു ഇടയിൽ കയറി പറയാൻ പോയിട്ട്? ഓ, രണ്ടുപേർക്കും എന്നെ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഒന്ന് നിർത്ത്. ഇവിടെ ഒന്നും അറിയേണ്ടത് ഈ ഒരു കൊച്ചു ഇവിടെ ഇരിക്കുന്നുണ്ടെന്നുള്ള ബോധമുണ്ടോ? അയ്യോ സോറി മോളെ, മോക്ക് ബോറടിച്ചോ? ഇല്ല, നിങ്ങളെല്ലാരും കൊള്ളാം കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടായി. കേട്ടടാ ചെറുക്ക, അവക്ക് ഒരു കുഴപ്പമില്ല, നിനക്ക. അതെ, അവൾ എന്നെയും കൂടി ഉദ്ദേശിച്ചിട്ട് തന്നെയാ പറഞ്ഞത്, അല്ലാതെ നിങ്ങളെ മാത്രമല്ല. ഓ പിന്നെ നിന്നെ ഉദ്ദേശിക്കാൻ അവക്ക് വേറെ പണിയില്ല. അവൾ എന്ത് കണ്ടിട്ടാ നിന്നെ സ്നേഹിച്ചെന്ന് അറിയാതെ. എന്ത് കണ്ടിട്ടെന്നാ? എന്റെ ഈ ബോഡി, എന്റെ ഈ ഫേസ്, എന്റെ സ്റ്റാർ എല്ലാം കണ്ടിട്ട് എന്നെ. നിന്റെ മോന്ത കണ്ട് അവള് സ്നേഹിച്ചെന്ന? നിന്റെ ഈ കാട്ടുമുയൽ മോന്ത കണ്ടിട്ട് അവള് സ്നേഹിക്കുന്നത് എനിക്ക് തോന്നില്ല. അമ്മോ, എന്റെ ഈ ഹാൻസം ഫേസ് നോക്കിയിട്ട് ഇങ്ങനെ തന്നെ പറയാൻ തോന്നിയാ നിങ്ങക്ക്? എന്ത് നീ ഹാൻസ് ഒന്നോ? ഈ വേൾഡ് വൈഡ് ബ്യൂട്ടിനോടാ നീ പറയുന്നേ നീ ഹാൻസ് ആണെന്ന്? എടാ ചെറുക്ക, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ വിഷമം. എന്ത് ചെയ്യാനാ? അവളുടെ അടുത്ത് ബ്യൂട്ടിയെ കുറിച്ച് പറഞ്ഞു തോപ്പിക്കാൻ പറഞ്ഞ ആർക്കും പറ്റത്തില്ല. അതുകൊണ്ട് നീ മിണ്ടാണ്ടിരിക്കുന്നതാ നല്ലത്. അച്ഛാ, നിങ്ങൾക്ക് വേറെ ആരെയും കണ്ടില്ല അച്ഛ സ്നേഹിക്കാൻ. എന്ത് ചെയ്യാനാ മോനെ, അപ്പൊ പറ്റിപ്പോയി. ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? സത്യം. മോളെ, അവര് രണ്ട ടീമായി എന്നാ തോന്നുന്നേ. നമുക്ക് രണ്ടുപേർക്കും ടീമാട്ടോ. എനിക്ക് ആരും ഇല്ലായിരുന്നു ഇതുവരെ. എനിക്കിപ്പോ നീ ഉണ്ടല്ലോ. ആനോ, നീ എന്താ പറയുന്നേ? ഇത്രയും നാളെ നിന്നെ മാത്രമാണ് ഞാൻ സപ്പോർട്ട് ചെയ്ത. അവനെ ഞാൻ എപ്പോഴും ഒറ്റപ്പെടുത്തിയതാ. എന്നിട്ടിപ്പോ എന്നെ വേണ്ടാന്നോ? അത് കൊള്ളാലോ. അങ്ങനെ ചോദിക്കച്ചാ. അവളെ കിട്ടിയപ്പോ അമ്മയ്ക്ക് അച്ഛനെ വേണ്ടാന്ന്. അമ്മ അച്ഛനെ തന്നെ എടുത്താ മതി. ഈ കാന്താരി അമ്മയുടെ ടീമിൽ ചേർക്കാന്ന് വിചാരിക്കണ്ട. അവളെ ഞാൻ ആർക്കും വിട്ടരുത്. അവൾ എന്റെയാ, അവൾ എന്നോടൊപ്പം മാത്രമേ ഉണ്ടാവും. ബണ്ണി, ഇവനീന്ന് ഞാൻ എവിടെ പോയി? എന്റെ പാന് ഇവന്റെ തലമണ്ട അടിച്ചു പൊട്ടിക്കും ഞാൻ ഇന്ന്. അയ്യോ, നാട്ടുകാരെ ഓടിയറിനെ, അമ്മ എന്നെ കൊല്ലാൻ പോകുന്നേ. അവൻ എപ്പോഴും എങ്ങനെയാ? ഇവളെയും പറഞ്ഞിട്ട് കാര്യമില്ല. ചുമ്മാ തമാശക്ക്. അവനിപ്പോ വരും. നമുക്ക് വിഷമായിട്ടില്ലല്ലോ അവന് ഓടിച്ചതില്? എനിക്കെന്ത്? അതെ അതെ, ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ആളൊരു പഞ്ചപാവ. മോക്കവനെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടല്ലേ? അവനെ വിഷമിപ്പിക്കില്ലല്ലോ? വെറുതെ ചോദിച്ചതാ, അറിയാം. അവൻ എന്നും സാധാരണ എന്നോട് സംസാരിക്കുമ്പോൾ മോളെ കുറിച്ച് പറയാറുണ്ട്. അതുകൊണ്ട് അവന് മോളെ എത്രമാത്രം ഇഷ്ടമാണെന്ന് എനിക്കറിയാം. മോൾക്ക് എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല. പക്ഷെ മോളെ അവനെ വിഷമിപ്പിക്കില്ല എന്ന് എനിക്കൊരു ഉറപ്പ് തന്നാ മതി. അമ്മ, അച്ഛ, എനിക്ക് വരുണേട്ടനെ ഒത്തിരി ഇഷ്ടം. ഞാനീ നാട്ടിൽ വന്നിട്ട് ആദ്യ ദിവസം കാണുന്നതാ വരുണേട്ടനെ. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ വരുണേട്ടനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. മറ്റാർക്കും ആ സ്ഥാനം കൊടുക്കാനും പറ്റത്തില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അത് പറയാനൊന്നും പറ്റത്തില്ല. ആ മനസ്സ് എനിക്കും അറിയാം. അതുകൊണ്ട് എനിക്കതിനെ വേദനിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഞാൻ വേദനിച്ചിരിക്കും. എനിക്ക് ഒത്തിരി ഇഷ്ടം അമ്മേ. എന്റെ മോളെ, ഇവിടെ നിന്നോട് അവനോടുള്ള നിന്റെ ഫീലിംഗ് എന്താന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാ അങ്ങനെയൊക്കെ പറഞ്ഞത്. മോള് സങ്കടപ്പെടണ്ട. ഇപ്പൊ അത് മോള് പറയുമ്പോ തന്നെ നമുക്ക് മനസ്സിലായി. നമുക്ക് അവനെ ഇഷ്ടപ്പെടാൻ തോന്നിയത് തന്നെ ഞങ്ങളുടെ ഭാഗ്യം. മോളെ പോലൊരു മോളെ ഞങ്ങൾക്ക് കിട്ടിയതല്ലേ ഏറ്റവും വലിയ സന്തോഷം. അതന്നെ, മോൾ എന്റെ മോനെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്ക് ഉറപ്പായി. ഇനി ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? മോളുണ്ടല്ലോ അവന്.
അത് ശരി, ഇപ്പൊ 3 പേരും ഒരു ടീമാ? അല്ലെങ്കിൽ എന്നെ ആർക്കും വേണ്ടല്ലോ. ആ, കോളേജ് കഴിഞ്ഞിട്ട് വന്നതാ, ഒന്നും കഴിക്കാണ്ട് വന്നതാ. എന്തേലും തരാം അങ്ങനെ ഒരു ബോധമുണ്ടോ? ആർക്കും ഇല്ല. അല്ലെങ്കിൽ നമ്മളൊന്നും ആർക്കും വേണ്ട. ആയിക്കോട്ടെ, ഞാനെങ്ങോട്ടേലും പോയിക്കോളാം. ആ, നീ പോക്കോ, ഇനി നിന്റെ ആവശ്യമില്ല. എനിക്കെന്റെ മോളുണ്ട്. അച്ഛാ, യൂട്യൂബ്. എടാ, ഇപ്പൊ ഞാൻ എങ്ങോട്ടാ നിക്കട്ടെ? നീ നേരത്തെ എന്നോട് പറഞ്ഞത് അവളുടെ കൂടെ തന്നെ നിൽക്കാനല്ലേ? അപ്പൊ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണോ? ആ, ഞാൻ അയച്ച അമ്പ് എനിക്ക് എന്നെ തിരിച്ചയക്ക്, അതാ നല്ലത്. ഞാൻ പോണ്. അമ്മ വിശക്കണ. ഇവനെ കൊണ്ട് അമ്മ, അച്ഛ, ഒരുപാട് നേരം ഇവിടെ തന്നെ ചെലവഴിച്ചു. സമയം ഒരുപാടായി. എനിക്ക് വീട്ടിൽ പോണം. വീട്ടിൽ പോവാനോ? അത് നടക്കത്തില്ല. ഇന്ന് നീ ഇവിടെ സ്റ്റേ. വരണേട്ടാ, എന്തായി പറയുന്നേ? എനിക്ക് വീട്ടിൽ പോണം. അവിടെ അന്വേഷിക്കും. ആരും അന്വേഷിക്കില്ല. അവിടെ വിളിച്ചു പറഞ്ഞ് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നോക്ക്, പോണം എന്നുള്ള ആഗ്രഹം ഇവിടെ ഉപേക്ഷിക്കുന്നതാ നല്ലത്. അത് തന്നെ, അവനെല്ലാം പറഞ്ഞ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. മോൾ ഇന്ന് ഇവിടെ തന്നെ നിൽക്കേ. അമ്മേ, അത് പിന്നെ ഒരു പിന്നെയില്ല, മോള് പറഞ്ഞത് കേക്ക്. അച്ഛാ, അത് പിന്നെ എന്റെ മീനുട്ടി, അച്ഛനും അമ്മയും പറയുന്നത് കേക്ക്. വരണേട്ടോ, അത് പിന്നെ എടാ ചെറുക്ക, നിന്റെ പോക്ക് എങ്ങോട്ടാ? അവളെ ഞാൻ ഒറ്റയ്ക്ക് കിടത്തോന്ന് വിചാരിക്കണ്ട. അവളുടെ കൂടെ ഇന്ന് ഞാനും കിടക്കും. പിന്നെന്തിനാ അവൾ ഇവിടെ നിൽക്കുന്നേ? അവളെ ഞാൻ കൊണ്ടു നോക്കാം. എന്തോ കേട്ടില്ല. അല്ല, അവൾ അങ്ങനെ തന്നെ നിന്നോട്ടെ എന്ന് പറഞ്ഞതാ. ഓ, ആണല്ലേ? ആ, അതാ നിനക്ക് നല്ലത്. നമ്മളപ്പോ പട്ടിണി എന്ത് ചെയ്യാ? എടാ ചെറുക്ക, നിന്റെ മനസ്സിലിരിപ്പ് എന്താന്ന് അച്ഛന് മനസ്സിലാവുന്നുണ്ട്. എന്ന് പറഞ്ഞ് നിന്റെ ഒന്നിച്ച് കൂട്ടു നിൽക്കുന്നല്ല, നിന്നെ വിഷമിപ്പിക്കാനും പറ്റാത്തോണ്ടാ. ഞാൻ വേണമെങ്കിൽ അവളോട് സംസാരിക്കാം. അച്ഛൻ സംസാരിച്ച് എന്ത് ചെയ്യാൻ പോവാ? അല്ല, ഞാൻ വേണമെങ്കിൽ സംസാരിക്കാന്നാ പറഞ്ഞത്. നിനക്ക് വേണമെങ്കിൽ മാത്രം. അതത്ര തൃപ്തി പോരല്ലോ എന്റെ അച്ഛ. അമ്മയില്ലാണ്ട് അച്ഛന് കിടക്കാൻ പറ്റത്തില്ലേ? ഞാനങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. നീ വെറുതെ അങ്ങനെ ഊഹിച്ചുണ്ടാക്കാൻ നിൽക്കണ്ട. ഓ പിന്നെ, മോനെ ഇവിടെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് അമ്മയെ വിളിച്ചോണ്ട് അബ്രോഡിൽ പോയിട്ട് ആ അമ്മ അല്ലാണ്ട് നിക്കാൻ പറ്റുന്നു. ഒന്ന് പോവാച്ചാ. ഡാടാ മതി മതി, നിർത്ത്. ഇപ്പതേ സമ്മതിച്ച 2 പേർക്കും ഉപകാരമുള്ള കാര്യം. അല്ലാണ്ട് തർക്കിക്കാൻ വന്നാ ഞാൻ പോട്ടേന്ന് വെക്കും. എന്തേ? ഓ, ആയിക്കോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. എന്ത്? എന്റെ മനസ്സിൽ ഒരു ദുരുദ്ദേശവും ഇല്ല. പക്ഷെ അച്ഛന്റെ മനസ്സിൽ എന്താന്ന് എനിക്കിപ്പോ മനസ്സിലായി. അങ്ങനെ എന്നെ പട്ടിണിയാക്കിട്ട് അച്ഛനൊന്നും കഴിക്കാൻ നിൽക്കണ്ട. ഓ, ഈ ചെറുക്ക ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ മോൻ തന്നെ. ഒരു DNA ടെസ്റ്റിന്റെ ആവശ്യമില്ല. ഞാൻ എങ്ങനെയാർന്നോ അതുപോലെ തന്നെ അച്ചടിച്ച് വന്നിട്ടുണ്ട്. അതെ, അങ്ങനെ തന്നെ ആകൂലോ. പിന്നെ പിന്നെ വേറെ എങ്ങനെ ആവാനാ? നിങ്ങളുടെ അല്ലേ മോൻ. നിന്നെ ഇന്ന് ഞാൻ തൂക്കിയെടുത്ത് വെളിയെ കളി. ഓ, അല്ലല്ലേ, നമ്മളിവിടെ നിൽക്കുന്നില്ലേ? ഞാൻ പൊയ്ക്കോളാവേ. അച്ഛാ, ആ പ്ലാൻ അങ്ങ് നടത്തിക്കോ. എനിക്കൊരു കുഴപ്പമില്ല. ഓ പിന്നെ, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നീ സമ്മതിക്കാതെ ഇപ്പൊ എന്തിനു സമ്മതിക്കുന്നേ? അതുകൊണ്ടേ അത് വേണ്ട. അച്ഛൻ ഞാൻ നേരത്തെ ചുമ്മാ പറഞ്ഞതാ. അച്ഛൻ നടത്തിക്കൊന്നേ. വേണ്ട. എന്തിനാ വെറുതെ ഞാൻ റിസ്ക് എടുക്കുന്നേ? അച്ഛാ, പ്ലീസ് അച്ഛാ. നേരത്തെ ഇങ്ങനല്ലായിരുന്നല്ലോ. അച്ഛാ. മതി മതി മതി. ഞാനേ നിന്റെ അമ്മയോട് സംസാരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. എന്ന് പറഞ്ഞ് ഉറപ്പൊന്നും പറയുന്നില്ല. അച്ഛൻ ശ്രമിച്ച അത് വിജയം ഉറപ്പാ. എന്തിനാ വേറെ ഉറപ്പ്? അപ്പൊ ശരി, പറഞ്ഞ പോലെ ഞാൻ എന്റെ റൂമിൽ കാണാം. ഓ, ആയിക്കോട്ടെ. അങ്ങനെ ഇപ്പൊ ഞാൻ കാരണം നീ സുഖിക്കണ്ട. വെറുതെ അച്ഛന് ചീത്ത പേരുണ്ടാക്കാൻ. ഇവനെന്നെ നല്ല പേരൊന്നും കേൾപ്പിക്കില്ല. പിള്ളേരെ വഴി നീറ്റിച്ചെന്നല്ലേ പറയത്തുള്ളൂ. ഇന്ന് ഒരു ദിവസത്തെ കാര്യമില്ലേ, അവരൊന്നിച്ച് കിടക്കട്ടെ. എനിക്ക് ഒറ്റയ്ക്ക് കിടന്നാ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ഒറ്റയ്ക്ക് കിടക്കുന്നതാ നല്ലത്. അമ്മേ, മീനുട്ടി വന്നില്ലേ? അവൾ ഇന്ന് വരത്തില്ല എന്ന് വരുൺ മോൻ വിളിച്ചു പറഞ്ഞു. വരുണോ? അവളെവിടെ പോയി? അത് പിന്നെ അവന്റെ വീട്ടിൽ വിളിച്ചോണ്ട് പോയിന്ന് പറഞ്ഞു, സംസാരിച്ചെല്ലാം ശരിയാക്കാൻ വേണ്ടിട്ട്. വരുൺ വിളിച്ചോണ്ട് പോയെന്നോ? എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ അവൻ. അതിന് നിന്നെ വിളിച്ചപ്പോ കിട്ടിയില്ല എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ ഷോപ്പിങ്ങിന് പോവാന്ന് പറഞ്ഞതല്ലേ, വെറുതെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നെന്ന് പറഞ്ഞ് അവൻ മിണ്ടിയില്ല എന്നാ പറഞ്ഞു.
എന്നാലും അതെങ്ങനെ ശരിയാവും? മീനു ഏ അല്ല, മീനു അല്ലേ ഇന്നലെ ദേഷ്യപ്പെട്ട് നിന്നത്? അവള് വരുണിനെ കണ്ട് സോറി പറയാന്നൊക്കെ പറഞ്ഞത്. ഇനി പറഞ്ഞു കാണോ? ആ, ചിലപ്പോ വരുണിനോട് അവള് സോറി പറഞ്ഞു കാണും. അതുകൊണ്ടായിരിക്കും അവൻ വിളിച്ചോണ്ട് പോയത്. അവര് തമ്മിലുള്ള പ്രശ്നം അങ്ങനെ പറഞ്ഞു തീർന്നാ മതിയായിരുന്നു. എടി മാണു, എന്നാലും ഓ നിനക്ക് എന്താ അറിഞ്ഞിട്ടാ? എന്നാലും വരുൺ എന്താ എന്നോട് പറയാത്തേ? എന്താടാ മോനെ നീ ആലോചിച്ച് നിൽക്കുന്നേ? എന്തേലും കഴിക്കാം വാ. ആ ശരി അമ്മേ, നിങ്ങൾ കഴിക്ക്, ഞാൻ വരുന്നു ഇപ്പൊ ഫ്രഷ് ആയിട്ട്. ആ മോളെ നീയും പോയിട്ട് ഫ്രഷ് ആയിട്ടോ. ആ അമ്മ. അല്ല, മീനു അല്ലേ വരുണിനോട് ദേഷ്യപ്പെട്ടു നിന്നത്? അവൾ അവനെ മൈൻഡ് ചെയ്യുന്ന പോലും ഉണ്ടായിരുന്നല്ലോ. പിന്നെ എങ്ങനെ അവർ ശരിയായി? അതാണോ അവനിനി രാവിലെ എന്നോട്? അതെ, അവനെന്തോ ഒളിപ്പിച്ചു വെക്കുന്നത് ഇപ്പോഴേ തോന്നിയതാ. എന്തോ ഉണ്ട് അവർക്കിടയിൽ, അതെന്നോട് പറഞ്ഞില്ലല്ലോ. ഓ, അവളോട് ചോദിക്കാനാണെങ്കിൽ സമയവും കിട്ടിയില്ല. എന്താ നടന്നതെന്ന് അറിയാണ്ട് ഒരു സമാധാനം ഇല്ലല്ലോ. അല്ല, ഞാൻ എന്തിനാ അവളുടെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണം? എനിക്ക് എന്റെ എത്ര കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ശ്ശോ. എടാ മോനെ ചന്തു, നീ എന്താടാ ഇങ്ങനെ കളിക്കുന്നേ? ഫുഡൊന്നും വേണ്ടേ നിനക്ക്? എല്ലാം കഴിക്ക്. എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? അത് അമ്മായി, എനിക്കെന്തോ വിശപ്പില്ല. ഏ വിശക്കാതിരിക്കാൻ നിനക്കെന്താടാ പറ്റിയേ? നീ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ അതിന്? കഴിച്ചിട്ടൊന്നുമില്ല, എന്നാലും വിശപ്പില്ല. എന്തോ മീനില്ലാത്തോണ്ടെന്നാ തോന്നുന്നേ. ആ അത് ശരിയാ, അവളില്ലാത്തോണ്ടേ എനിക്കും എന്തോ പോലെ. പക്ഷെ കഴിക്ക് നീ. ഇല്ല അമ്മ, എനിക്ക് മതിയായി. ഈ ചെറുക്കന് ഇതെന്താ പറ്റിയേ? മാളു, നിങ്ങൾ എന്തേലും പറഞ്ഞ് വഴക്കിട്ടാർന്നോ? ഏ ഞങ്ങൾ എന്ത് പറഞ്ഞ വഴക്കിടാൻ? അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. അവന് നേരത്തെ കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നു. ഞാൻ പോവല്ലേ അതിന്റെ സങ്കടത്തിൽ. പക്ഷെ ഇപ്പൊ എന്താ പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല. ഓ അങ്ങനെ വരട്ടെ, വെറുതെ അല്ല നീ പോകുന്നതിന്റെ സങ്കടം, അല്ലാണ്ട് അവനെന്താ വേറെ. മീനും ഇല്ലാതെ ഇതിനു മുമ്പ് അവൻ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇതല്ലായിരുന്നു, നീ പോകുന്നത് തന്നെയാ. ആ നീ കഴിക്കിനി, എന്നിട്ട് വേഗം പോയി ഉറങ്ങിക്കോ. നാളെ രാവിലെ എഴുന്നേറ്റ് കുറെ പാക്ക് ചെയ്യാനൊക്കെ ഉള്ളതല്ലേ. ശരി അമ്മ. ചന്തുന് മനസ്സിലായി കാണോ മീനിനെ വരുണിനെ ഇഷ്ടമെന്ന്? അതുകൊണ്ടാണോ മീനില്ലാത്തോണ്ട് അവന്റെ മൂഡൊക്കെ പോയത്? ചിലപ്പോ ആയിരിക്കും. മീനില്ലാത്തോണ്ടെന്നല്ല അവൻ പറഞ്ഞത്, അവളില്ലാത്തോണ്ട് തന്നെയാ. ഞാൻ വെറുതെ വേറെന്തൊക്കെയോ ആശിച്ചു. അവൻ നേരത്തെ എന്തോ പറയാൻ വന്നതാ. എന്താണ് ചോദിക്കാൻ പോലും നിൽക്കാത്തത്? സാരില്ല, എനിക്കൊന്നും വിധിച്ചിട്ടുണ്ടാവില്ല. ഉറങ്ങിയോ മീനു? ഇതെവിടുന്ന ശബ്ദം? മീനു ഇവിടെ നോക്ക്, തിരിഞ്ഞു നോക്ക്. വരുണേട്ടാ, വരുണേട്ടാ എന്താ ഇവിടെ ചെയ്യുന്നേ? കഥകളി കളിക്കാമെന്ന്. എന്തേ, നീ പോരുന്നോ? അയ്യോ തമാശ പറയല്ലേ, ഇപ്പൊ അമ്മ കേറി വരും. എന്തിനാ വന്നേന്ന് പറ. പിന്നെ നിന്നെ കാണാൻ വേറെ എന്തിനാ ഞാൻ വരുന്നേ? അല്ല, വേറെന്തിനും വന്നോടാനല്ലല്ലോ. ഓ, ഇവളെന്നെ നന്നാകാനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞുറപ്പിച്ച് പുറപ്പെട്ടതാ. ഓ, നിക്കുന്ന കണ്ടില്ലേ, ഒന്നും അറിയാത്ത പഞ്ചഭാവം. ഇങ്ങോട്ട് വാന്റെ പെണ്ണെ. എന്താ ചെയ്യുന്നേ? വിട്ടേ, അമ്മ വരിപ്പോ. അമ്മ വരത്തില്ല, അതിനുള്ള പ്ലാനൊക്കെ ചെയ്തിട്ടാ വന്നേക്കുന്നേ. എന്ത് പ്ലാൻ? അതൊക്കെ ഞങ്ങൾ ആണുങ്ങൾ തമ്മി അറിഞ്ഞാ മതി, നിങ്ങളെ പെണ്ണുങ്ങൾ അറിയണ്ട. ഓ, വലിയ പ്ലാനായിട്ട് വന്നേക്കുന്നു. എന്തിനാ ഇപ്പൊ വന്നേന്ന് പറ. വേറെ എന്ത്, നിന്നെ കാണാനും നിന്നിൽ നിന്ന് എന്തെങ്കിലും എടുക്കാനും അങ്ങനെയൊക്കെ. വേണ്ടാട്ടാ, അഡ്വാൻറ്റേജ് എടുക്കാന്ന് വിചാരിച്ചാലേ നടക്കത്തില്ല. ഓ പിന്നെ, ചോദിക്കാണ്ടും പറയാണ്ട് ആർക്കൊക്കെ ആര് വേണേലും കിസ് ചെയ്യാട്ടോ. അതിനൊന്നും ആരും ചോദിക്കാൻ പോകത്തില്ല. നമ്മള് ചോദിച്ച് മേടിക്കാൻ വരുമ്പോ അതാരും തരത്തില്ല. അല്ലെങ്കിൽ നമ്മൾക്കൊന്നും വിലയില്ലല്ലോ. എന്ത് പറഞ്ഞത് ഇങ്ങോട്ട് പോകുന്നേ? ഓ, ഈ പെണ്ണിന് പറഞ്ഞാലും മനസ്സിലാവില്ല. ഒരു കിസ് ഇടി താ. പോയി. ഓ, നിനക്കാവുമ്പോ ചോദിക്കാണ്ടും പറയാണ്ടും എടുക്കാലോ. നമ്മളൊക്കെ ചോദിച്ചെടുക്കുമ്പോഴാ അവക്ക് ജാട. ഞാൻ ഇന്ന് കിസ്സിട്ടേ പോകത്തുള്ളൂ മോളെ. വേണ്ട. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആര് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ചെയ്തിട്ടേ പോകത്തുള്ളൂ. എന്നാ എനിക്കൊന്ന് കാണണല്ലോ. ഐ, നിന്റെ ഒച്ച എന്താടി കൂടിപ്പോയത്? കേക്കുമ്പോ അമ്മയുടെ ശബ്ദം പോലെയുണ്ട്. എന്തേ, നീ മിമിക്രി കളിക്കാൻ പോകുന്ന?
വരുണേട്ടാ തിരിഞ്ഞു നോക്ക് അമ്മ. നീ എന്തുടായിപ്പെടുത്താലും നടക്കത്തില്ല മോളെ. അതെ അവള് പറയുന്നല്ലേ, ഒന്ന് തിരിഞ്ഞു നോക്ക്, നല്ലതാ. അല്ലല്ല സ്തോത്രം. അമ്മ ഇപ്പൊ വന്ന്. ഞാൻ വന്നിട്ട് 10-50 കൊല്ലായി. ഓ ആണല്ലേ, സുഖല്ലേ അമ്മ? ആ എനിക്ക് സുഖമാണ്. നീ എന്താ ഇവിടെ? ഒന്നുമില്ല, കാറ്റ് കൊള്ളാൻ വന്നതാ. ഇവിടെ നല്ല കാറ്റായിരുന്നേ, അതാ. അമ്മ ഇരുന്നോ, ഞാൻ പോണു. ഓ ആണല്ലേ, കാറ്റേ അവിടെയും കിട്ടും. നീ അങ്ങോട്ട് പോ, വെറുതെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങല്ലേ. ഇല്ലമ്മ, ഞാൻ പോയി, ഞാൻ വെറുതെ വന്നതാ. ആ മതി മതി താടി തപ്പുന്നത്. പൊക്ക പൊക്ക. ഞാനെപ്പോഴേ പോയി. മോളെ വേണ്ടാട്ടാ ഇതൊക്കെ. അല്ലമ്മ, ഞാനൊന്നും ചെയ്തില്ല. ഞാനെല്ലാം കേട്ടായിരുന്നു. അങ്ങനെ ഒന്നുമില്ല, ഞങ്ങള് വെറുതെ. അതെ അതെ, നടക്കട്ടെ നടക്കട്ടെ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം. മോള് കിടന്നു. ശരി അമ്മ. ഓ ഈ അച്ഛനെ ഞാനിന്ന്, എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. കുറച്ച് സമയം കിട്ടിയിരുന്നേ. എന്റെ അമ്മേ, എന്നോട് ഇത് വേണ്ടായിരുന്നു. അച്ഛാ, ഞാൻ ഇതിന് തരുന്നുണ്ട് കേട്ടോ.